ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. അപ്പോൾ ഇതെന്താണ് ഒരു ടൈം ടേബിൾ പോലെയൊക്കെ എഴുതിയിട്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്ന് എൻ്റെ ഒരു സ്റ്റഡി വ്ളോഗ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡി റുട്ടീനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ PSCക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കൂടിയാണ്. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുന്നവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. ഇതുമായി സംബന്ധിച്ചിട്ടുള്ള ഷോർട്സ് മാത്രമാണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ നേരത്തെ തന്നിട്ടുള്ള എൻ്റെ ടൈം ടേബിൾ പ്രകാരമാണ് പഠിച്ചു പോകുന്നത്. ഒരു 1.5 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവർ ഉറങ്ങുന്ന സമയം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും പഠിക്കാനിരിക്കുന്നത്. റീസെൻ്റായിട്ട് ഇനി വരുന്ന നമ്മുടെ VFA അതുപോലെ തന്നെ കമ്പനി ബോർഡ് തുടങ്ങിയ പരീക്ഷകൾക്കായിട്ടാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നത്. അതുപോലെ കോച്ചിങ് സെൻറ്റർ അങ്ങനെയൊന്നും നമ്മളിതുവരെ പോയിട്ടൊന്നുമില്ല. നാം സ്വന്തമായിട്ട് തന്നെ പഠിച്ചിട്ട് ആണ്. ഞാൻ എഴുതിയ എക്സാമുകളിൽ നിന്നും ഞാൻ ഫസ്റ്റ് എഴുതിയ എക്സാമിൻ്റെ മാർക്ക് നിങ്ങളോട് പറഞ്ഞു തരാം. 12 മാർക്കായിരുന്നു എനിക്ക് ആദ്യത്തെ PSC എക്സാമിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഞാൻ സ്വന്തമായി പഠിച്ച് ഇപ്പോൾ ഒരു 70 എന്നുള്ള ഒരു മാർക്ക് വരെ എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു ടൈം ടേബിൾ പ്രകാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ ടൈം ടേബിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എൻ്റെ ടൈം ടേബിൾ നിങ്ങൾ കണ്ട പോലെ തന്നെ തലേ ദിവസം തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന സമയത്തിനനുസരിച്ചാണ് ഞാൻ ടൈം ടേബിൾ ഇട്ട് വെക്കുന്നത്. അതായത് നമുക്ക് ഒരു ദിവസം എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പഠിക്കുന്നത് ആ കാര്യം നമ്മൾ കൃത്യമായി പഠിച്ചു പോവുക. മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കാറില്ല. അതായത് നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്നത്തേക്ക് പഠിക്കാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കുറേ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ സ്റ്റഡി നോട്ട്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇന്നൊരു മോക്ക് ടെസ്റ്റാണ് ഞാൻ ഇവിടെ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ മലയാളം നമ്മുടെ പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. ഡെയിലി ഞാൻ 5 മലയാളം പര്യായങ്ങൾ വെച്ചിട്ട് ആണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ 10 ദിവസം പഠിക്കുമ്പോൾ തന്നെ 50 മലയാളം പര്യായങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ആ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു റിവിഷൻ കൂടി നടത്തിയാലോ അത് നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് ക്ലിക്കായിക്കോളും. നമുക്ക് PSCയിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹിൻ്റൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മലയാളത്തിൽ നിന്നുള്ള കൂടുതൽ മാർക്കുകൾ നമുക്ക് കിട്ടും. അതുപോലെ മലയാളം ഗ്രാമറിൽ ഞാൻ കുറച്ച് വീക്കാണ്. അപ്പോൾ ഇതിന് പറ്റിയ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് റാങ്ക് ഫയലിനെ പറ്റിയാണ്. റാങ്ക് ഫയൽ എന്ന് പറയുന്നത് V2 പബ്ലിക്കേഷൻസിൻ്റെ ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ഞാനൊരു 3 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. അതിൽ നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോഴും പഠിച്ചു പോകുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മുടെ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ തൊഴിൽ വാർത്ത, അതായത് റീസെൻ്റ് ആയിട്ടുള്ളതല്ല, എൻ്റെ ഒരു 2 വർഷം സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചി ഉപയോഗിച്ചിരുന്ന കുറേ തൊഴിൽ വാർത്തകളുണ്ട്. അതൊക്കെ വെച്ച് റെഫർ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത് ആവറേജ് എന്ന് പറയുന്ന നമ്മുടെ മാത്സിലെ ടോപ്പിക്കാണ്. ഞാൻ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സാണ് ഇത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും ഞാൻ മാക്സിമം ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 10-30ഓളം ക്വസ്റ്റ്യൻസ് ഞാനിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതോടുകൂടെ എൻ്റെ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റായിട്ട് ഞാൻ ഇവിടെ പഠിച്ചു തീർത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള യൂട്യൂബ് ചാനലുകളിൽ ഒക്കെ പഠിക്കുന്നത് പോലെ എല്ലാ ടോപ്പിക്സും, അതായത് ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ കറണ്ട് അഫെയർസ് എല്ലാം നമുക്ക് ഒരു ദിവസം എന്തായാലും പഠിച്ചെത്തില്ല, മടുപ്പ് വരുമല്ലോ. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു ടൈം ടേബിൾ നമ്മൾ തന്നെ എപ്പോഴും സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം രാവിലെ നേരത്തെയൊക്കെ എണീറ്റ് പഠിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്ക് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നില്ല. അതായത് ബോറടിക്കുന്ന സമയത്ത് നമുക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഒട്ടും മനസ്സിലാവില്ല അല്ലേ. പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോവും, നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് മാത്സ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാത്സ് ആയിരിക്കും. അപ്പോൾ അത് എനിക്കൊരു ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഞാൻ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മൾ എല്ലാ PSC എക്സാമുകളും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ VFAക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഞാൻ ആ എക്സാം മാത്രമേ എഴുതുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കാതെ
അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന എക്സാമുകളൊക്കെ നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കൂ. അത് നമുക്ക് ഇനി വരുന്ന എക്സാമുകൾക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തതിന് ശേഷം അതിൽ നിന്ന് എനിക്കറിയാവുന്ന കൂടുതൽ വസ്തുതകൾ ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ നോട്ട് ചെയ്തിട്ടിടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റഡി റൂട്ടീൻ. എല്ലാവർക്കും